ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ കൂടെ ഒക്കെ വിരട്ടാൻ എളുപ്പമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നടപടികൾക്ക് എതിരെ നിൽക്കാൻ ഡൊണാൾഡ് ട്രംപിന് പലപ്പോഴും കഴിയുന്നുമില്ല. നെതന്യാഹു വാശി പൂണ്ട് ആക്രമണങ്ങൾ തുടരുകയാണ്. നമ്മൾ ഒരിക്കലും ആക്രമണങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും യുദ്ധത്തിനും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രക്രിയകൾക്കും ഒന്നും ഒപ്പമല്ല. എങ്കിലും അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ തീർച്ചയായിട്ടും വാർത്തകളായി റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. നെതന്യാഹുവിന്റെ വാശിക്ക് മുന്നിൽ നിസ്സഹായനായി ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ്. ഇസ്രായേൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ വലിയ ഒരു യുദ്ധഭൂമികയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമായി തന്നെ തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഒരു വശത്തും ഇറാൻ എതിർഭാഗത്തുമായി നടക്കുന്ന യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനനിലെ ഇറാൻ അനുകൂല സായുധ സംഘടന ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൈവിട്ടു പോയത് ഇറാനും ജൂതരാഷ്ട്രവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനും യമനിലെ ഹൂതികളെ രംഗത്ത് ഇറക്കുന്നതിനും കാരണമായി. യുദ്ധം കൂടുതൽ വിപുലമാവുന്നത് ലോകത്തെ ഊർജ്ജ വിപണിയെയും അതുവഴി സാമ്പത്തിക രംഗത്തെയും സാരമായി ബാധിച്ചു. കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് സമാധാന കരാറുണ്ടാക്കി തടി രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ ഇതൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് സൂചനകൾ. ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഭാഗിക വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതാണ് ഇറാനെ പ്രകോപിപ്പിച്ചതും വീണ്ടും യുദ്ധത്തിന് പ്രേരിപ്പിച്ചതും തിരിച്ചടിക്ക് പ്രേരിപ്പിച്ചതും. വെടിനിർത്തൽ ഉണ്ടായ ഏപ്രിൽ 8 ശേഷം ഇറാനും ഇസ്രായേലും പ്രത്യാക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഇസ്രായേൽ നിർത്തണം എന്നതായിരുന്നു. ഇസ്രായേലി നഗരങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. പകരമായി ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഉണ്ടായി. തങ്ങളുടെ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിന് പ്രതികാരമായിട്ടാണ് ബെയ്റൂട്ടിലെ ആക്രമണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു. ഗസ സമാധാന കരാറിന് ശേഷം ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്ന യമനിലെ ഹൂതികൾ ചെങ്കടലിൽ സമുദ്ര നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ടെൽ അവീവിന് നേരെ മിസൈലുകൾ അയക്കുകയും ചെയ്തു. ചെങ്കടലിലെ മേധാവിത്വം ഉറപ്പാക്കാൻ സൊമാലിയയിലെ ഭീകര സംഘടനയായ അൽ ഷബാബുമായി ഹൂതികൾ സഹകരിക്കുന്നതായും സൂചനയുണ്ട്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും നെതന്യാഹു വകവയ്ക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. അതനുസരിച്ച് സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരാണ് ഇതിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്നത് എന്നാണ് മറ്റൊരു കാര്യം. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ ഇനിയും അച്ചടക്ക ലംഘനവും വെടിനിർത്തൽ ലംഘനവും ഒക്കെ ഉണ്ടാകും. അതിന് ഇസ്രായേൽ വില കൊടുക്കേണ്ടി വരികയുമില്ല. എന്തായാലും വാക്കിലും പ്രവൃത്തിയിലും വാശിയിലും പ്രതികാര മനോഭാവം തീർച്ചയായിട്ടും നെതന്യാഹുവിനുമുണ്ട്. ട്രംപിന് അതുണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭൂമിയാകുന്നു. അവിടെ മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.